ആ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യനാണെങ്കിൽ ഒരാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരാണ്. അപ്പോഴാണ് ഈ ബോധം കെട്ട് വീഴുന്ന് കിടക്കുന്ന ഈ പയ്യനെ ആദ്യമായിട്ട് ഇവൻ കാണുന്നത്. ആ വീണ് കിടക്കുന്നവനാണെങ്കിൽ ഒരു ഗോബ്ലിനാണ്. ഇവൻ്റെ പഴയ കാലത്തെ മാസ്റ്ററാണ് ഇവൻ. ഇത് അവൻ്റെ പുനർജന്മമാണ്. ഇവനെ കുറിച്ചുള്ള യാതൊരു ഓർമ്മയും തന്നെ ഇവനില്ല. ഈ വൈറ്റ് ഡ്രസ് ഇട്ടവന് ഇവനെ കുറിച്ചുള്ള യാതൊരു ഓർമ്മയും ഇല്ല. പക്ഷെ ആ ഗോബ്ലിന് അറിയാം ഇതെൻ്റെ മാസ്റ്ററാണെന്നുള്ള കാര്യം. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മാസ്റ്ററിനെ വീണ്ടും കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാണ്. അങ്ങനെ കിസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവന് പെട്ടെന്ന് തലയിറക്കം പോലെ വരെ ഇവൻ തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യന് പെട്ടെന്ന് ഷോക്കായിട്ട് അവനെ വിളിച്ചു നോക്കുകയാണ്. പക്ഷെ അവൻ എണീക്കുന്നില്ല. ആ സമയത്ത് അവനെ ഓടിച്ച ആളും അവിടെ വരുന്നുണ്ടായിരുന്നു. ഇവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഈ ഗോബ്ലിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. ഗോബ്ലിൻ്റെ ഫ്രണ്ട് ഈ അടിക്കാൻ വന്ന ആളെ തിരിച്ചടിച്ച് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യന് ഇവനും കൂടെ ആ ഗോബ്ലിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിൽ വന്നതിന് ശേഷം അവന് ബോധം വന്നിട്ടില്ലായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവൻ ബോധം വരുന്നത്. ബോധം വരുന്ന സമയത്ത് ഞാൻ നിന്നെ കിസ് ചെയ്തായിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷോക്കായിട്ട് ഇവ ആലോചിക്കുന്ന സീനാണ് ഇതൊക്കെ. താങ്ക് യു.